ഈ വീക്ക് മൊത്തം എക്സാം വീക്കായിട്ട് കോളേജിൽ അതുകൊണ്ട് തന്നെ സ്ട്രെസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് മസാജും കോഫിയും ഒക്കെ അവർ കൊടുക്കുന്നുണ്ട്. കോളേജിന്റെ കോഫി ഒന്നും ആയിരുന്നില്ല, ടിം ഹോട്ടൻസിന്റെ തന്നെ ചായയും കാപ്പിയൊക്കെയാണ് അവർ ഇവിടെ കൊണ്ടുവന്ന് വെച്ചായിരുന്നത്. ഇവിടെ വന്നിട്ട് ആകെ ഒരു വർഷം എന്റെ ഫ്രണ്ടിന്റെ കൂടെ ആയിട്ട് ടിം ഹോട്ടൻസിൽ പോയിട്ടുള്ളൂ. എനിക്ക് പേഴ്സണലി നമ്മുടെ നാടൻ ചായ ഒക്കെയാണ് ഇഷ്ടം, കാപ്പിയോടൊന്നും അധികം താല്പര്യമില്ലാത്ത ഒരാളാണ്. കോളേജിൽ എന്തായാലും എല്ലാം സെൽഫ് സർവീസ് ആയിരുന്നു. ക്രീമും മിൽക്കും ഷുഗറും ഒക്കെ നമുക്ക് ഇഷ്ടമുള്ള പോലെ എടുത്തിട്ട് ഇതിനകത്ത് മിക്സ് ചെയ്താൽ മതി. മിക്ക മലയാളികൾ ഇവിടെ ഡബിൾ ആണ് പറയുന്നത്. അതായത് ഇവിടെ കാപ്പിയുടെ കൂടെ ഡബിൾ ഷുഗറും ഡബിൾ ക്രീമും ഒക്കെ ആഡ് ചെയ്തൊരു സാധനം. ഞാൻ എന്തായാലും ഇന്ന് അവരുടെ ചായയാണ് എടുത്തത്. അതിന്റെ കൂടെ എല്ലാ പാക്കറ്റിന്റെയും ഓരോന്ന് മാത്രമാണ് ഞാൻ ആഡ് ചെയ്തോളൂ. എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ചായ കുടിച്ച് റിലാക്സ് ചെയ്യാൻ വേറൊരു വൈബ് തന്നെ കേട്ടോ. കുറച്ച് തണുപ്പ് കൂടുതലായതുകൊണ്ട് തന്നെ പുറത്തെ ലേക്ക് ഒക്കെ ചെറുതായിട്ടൊന്ന് ഫ്രീസ് ആയിട്ടുണ്ട്. എന്നാലും ആരും അതിന്റെ പുറത്തേക്കൊന്നും നടക്കുന്നില്ല, കാരണം അത് അത്രയ്ക്ക് സേഫ് ആയ ഒരു ഐഡിയ ഒന്നുമല്ല. ഉച്ചയ്ക്ക് ശേഷം ക്ലാസ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് തന്നെ ലഞ്ച് കഴിക്കാൻ തീരുമാനിച്ചു. ക്യാൻറ്റീനിൽ വന്നപ്പോൾ എല്ലാവരും റെക്കമെൻഡ് ചെയ്ത എന്നാൽ ഇതുവരെയായിട്ടും കഴിക്കാത്ത ഒരു ഐറ്റം ആണ് പുട്ടീൻ. കോളേജിലെ പുട്ടീന് അധികം ടേസ്റ്റ് ഒന്നും ഇല്ലാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അത് വാങ്ങിച്ചില്ല, പക്ഷേ എന്റെ ഒരു ഫ്രണ്ട് അത് വാങ്ങിട്ടോ. അതിൽ നിന്ന് കുറച്ച് എനിക്കും ടേസ്റ്റ് ചെയ്യാൻ തന്നു. സംഭവം തിരക്കേടില്ല, ബേസിക്കലി ചീസ് ഒക്കെ ആഡ് ചെയ്ത ഫ്രഞ്ച് ഫ്രൈസിന്റെ ടേസ്റ്റ് ആയിട്ട് കിട്ടിയത്. പക്ഷേ പുറത്തുനിന്നുള്ള പുട്ടീനിലൊക്കെ അവർ ബേക്കന്റെ പീസ് അല്ലെങ്കിൽ ചിക്കന്റെ പീസ് ഒക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ടാണ് തരുക. സൈഡിലുള്ള ഒരു എക്സ്ബോക്സും PS5 ഒക്കെ കളിക്കുന്നതാണ്. PS5 എക്സ്ബോക്സ് ഒക്കെ എക്സാം വീക്കിലല്ല, എന്നും തന്നെ അവൈലബിൾ ആണ്. രണ്ടെണ്ണം ഉള്ളതുകൊണ്ട് തന്നെ അധികം തിരക്കൊന്നുമില്ല. ഒരു അരമണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്താൽ നമുക്കും കളിക്കാനായിട്ട് ചാൻസ് കിട്ടും. കോളേജിൽ ഇതൊന്നും അല്ലാതെ ജിമ്മും യോഗയുടെ ഏരിയ ഒക്കെ ഉണ്ട്, അത് ഞാൻ വരുന്ന വീഡിയോസിലൊക്കെ കാണിക്കുന്നതായിരിക്കും. പിന്നെ കുറച്ച് നടന്നപ്പോഴാണ് അവിടെ വേറൊരു ആക്ടിവിറ്റി നടക്കുന്നത് കണ്ടത്. ബേസിക്കലി ക്രൗഡ് മ്യൂറൽ എന്നാണ് അവർ എന്നെ വിളിച്ചത്. നമുക്ക് ഇഷ്ടമുള്ള ഒരു ഇമേജ് ഇതിന് സെലക്ട് ചെയ്യുക, എന്നിട്ട് ആ ബോർഡിൽ ഉണ്ടെന്ന് കുത്തിവെച്ചാൽ മതി. ഇതും സ്ട്രെസ് കളയാനായിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആയിട്ടാണ് അവർ പറഞ്ഞത്. പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ എല്ലാവർക്കും അവർ ഒരു ക്യാൻഡി അല്ലെങ്കിൽ ചോക്ലേറ്റിന്റെ പീസോ കൊടുത്തുട്ടോ. 4ാമത്തെ ഫ്ലോറിൽ പോയി കഴിഞ്ഞാൽ ഇംഗ്ലീഷ് പടത്തിലൊക്കെ കാണുന്ന പോലത്തെ ലോക്കർ സിസ്റ്റം ഇവിടെ ഉണ്ട് കേട്ടോ. എന്തായാലും സംഭവം കാണാൻ രസമുണ്ടായിരുന്നു. ഇത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയത്തില്ല കേട്ടോ. ഏറ്റവും അവസാനം എന്തായാലും ക്ലാസ്സിലേക്ക് എത്തി. ഒരു സ്റ്റുഡന്റ് അല്ലാതെ ബാക്കി ആരും വന്നിട്ടില്ല കേട്ടോ. കാനഡയിലെ എല്ലാ ക്ലാസ്സിലൊന്നും കമ്പ്യൂട്ടർ ഒന്നും ഉണ്ടാവത്തില്ല. ഈ സബ്ജക്റ്റിന് മാത്രമായിട്ട് ഈ കമ്പ്യൂട്ടർ ഒക്കെ കൊണ്ടുവന്ന് വെച്ചേക്കുന്നത്. സ്കൂൾ ഐഡിയുടെ തന്നെ യൂസർ നെയിമും പാസ്വേഡും ഒക്കെ വേണമെങ്കിൽ കമ്പ്യൂട്ടർ ഒന്ന് യൂസ് ചെയ്യണമെങ്കിൽ. അതേപോലെ തന്നെ പഠിത്തത്തിനൊക്കെ ആവശ്യമുള്ള പല ആപ്സ് ഇതിനകത്തൊക്കെ ഫ്രീ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ആ ക്ലാസ് കഴിഞ്ഞപ്പോൾ എനിക്ക് ചെറുതായിട്ടൊന്ന് വിശക്കാൻ തുടങ്ങി. അപ്പോൾ എന്തായാലും ഒന്ന് പോയിട്ട് പോപ്പോയ്സ് ട്രൈ ചെയ്യാനായിട്ട് തീരുമാനിച്ചു. ജോളിബിയുടെ വീഡിയോ ഇട്ടപ്പോൾ ഒത്തിരി പേര് റെക്കമെൻഡ് ചെയ്ത ഒരു കടയാണ് പോപ്പോയ്സ്. എന്തായാലും $15 എടുത്തിട്ട് 4 പീസ് ചിക്കൻ്റെ ഒരു കോംബോ ഞാൻ വാങ്ങിച്ചു നോക്കി. അവരെന്തായാലും എൻ്റെ അതിലേക്ക് ആദ്യം വലിയൊരു കപ്പാണ്. ഇവിടെ ആ കപ്പിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഡ്രിങ്ക്സ് നമ്മൾ തന്നെയായിട്ട് മറക്കേണ്ടത്. ചില വീഡിയോസിൽ ആൾക്കാർ 2-3 ഡ്രിങ്ക്സ് ഒക്കെ മിക്സ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഞാൻ ട്രൈ ചെയ്യണമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് ബേസിക്കലി നമ്മുടെ 920 റുപ്പീസിന്റെ കോംബോ. 4 പീസ് ചിക്കൻ അല്ലാതെ ഒരു സൈഡ് നമുക്ക് ഇതിന്റെ കൂടെ ഓർഡർ ചെയ്യാം. ഒരു വെറൈറ്റിക്ക് വേണ്ടി ഞാൻ ഇന്ന് ഓർഡർ ചെയ്തിരിക്കുന്ന മാഷ്ഡ് പൊട്ടറ്റോ ആട്ടോ. ആദ്യം തന്നെ ഞാൻ ട്രൈ നോക്കിയത് ഇവിടെ ബ്രിസ്ക്കറ്റ് ആണ്. കുറച്ചധികം ഹാർഡ് ആയിട്ടുള്ള നല്ല ക്രംബ്ലി ടെക്സ്ചർ ഉള്ള ഒരു ഐറ്റം ആയിരുന്നു കേട്ടോ. സംഭവം എന്തായാലും ഉടനെ ഞാൻ മാഷ്ഡ് പൊട്ടറ്റോ ഒന്ന് മുക്കി നോക്കി. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ കുറച്ചധികം തിക്കായ ഒരു സംഭവമാണിത്. അതിന്റെ കൂടെ തന്നെ ഒരു സ്വീറ്റും ക്രീമി ആയിട്ടുള്ള ഫ്ലേവറിംഗ് ആയിട്ട് കയറി വന്നത്. പിന്നെയാണ് ഇവിടെ ചിക്കനിലേക്ക് കിടന്നത്. 2 ലെഗ് പീസും 2 വലിയ പീസും ആയിട്ട് ഈ കോംബോയിൽ വന്നത്. അവർ തന്നിരിക്കുന്ന ലൂയിസിയാന ഹോട്ട് സോസിന്റെയും കെച്ചപ്പിന്റെയും കൂടെ ഞാൻ ചിക്കൻ ഒന്ന് ട്രൈ ചെയ്തു കേട്ടോ. പേഴ്സണലി എനിക്ക് ഇവിടെ ഹോട്ട് സോസ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കെച്ചപ്പിനൊക്കെ കൂടുതൽ കോമ്പിനേഷൻ ആയിട്ട് തോന്നിയത് ഹോട്ട് സോസ് തന്നെയാണ്. ചിക്കനിലേക്ക് വന്നപ്പോൾ ഞാൻ സ്പൈസി ഫ്ലേവർ ആണ് പറഞ്ഞത്. എന്നാൽ ഞാൻ പ്രതീക്ഷിച്ച അത്രയും ലെവൽ ഓഫ് മസാല അല്ലെങ്കിൽ സ്പൈസി ഫ്ലേവറിംഗ് ഒന്നും കിട്ടിയില്ല കേട്ടോ. അവരുടെ ചിക്കൻ ആ മാഷ് പൊട്ടറ്റോയിൽ ഇട്ടൊന്ന് കഴിച്ചു നോക്കി. അപ്പോൾ എന്തായാലും മെയിൻ ആയിട്ട് കിട്ടുന്ന മാഷ് പൊട്ടറ്റോ ഫ്ലേവറിംഗ് ആണ്. അധികം ചിക്കന്റെ ടേസ്റ്റ് ഒന്നും കിട്ടിയില്ല. ഇവർക്ക് തന്നെ നോർമൽ ഫ്രൈഡ് ചിക്കൻ അല്ലാതെ കുറച്ച് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് വിങ്സ് ഒക്കെ ഉണ്ട്. അതിന്റെ വീഡിയോ ഞാൻ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി. ഇനി ഇങ്ങനത്തെ വീഡിയോസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക.